എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 30-ാമത്തെ വാക്യം. വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും മകുടോദാഹരണമായ ഭക്തനാണ് കാലേബ്. ദൈവകൃപയുടെ നിഴലിൽ നിരന്തരം വളരുകയും ജീവിതത്തിൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കയറിപ്പോവുകയും ചെയ്ത വ്യക്തിയായിട്ട് നാം കാലേബിനെ കാണുന്നുണ്ട്. തൻ്റെ വാർദ്ധക്യത്തിലാണ് കാലേബ് വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്തത്. കാദേശ് ബർണയിൽ വെച്ച് കാലേബിൻ്റെ ധൈര്യവും വിശ്വാസവും നാം കാണുന്നു. കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേരും അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ യോശുവയും കാലേബും മാത്രമാണ് നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നത്. അവർ പ്രത്യാശയുള്ളവരായി മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. രാജ്യത്തെ കൈവശമാക്കുന്നത് ലഘുവായൊരു കാര്യമാണെന്ന് അവർ പറഞ്ഞില്ല. എന്നാൽ ആ രാജ്യത്തെ തൻ്റെ ജനത്തിന് കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിർണയമായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നു. അവർ അത് വിശ്വസിച്ചു. ചെങ്കടലിൽ അവർക്ക് ലഭിച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്താൽ അവ നിവർത്തിക്കും എന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. സ്വർഗീയ ദർശനം ലഭിച്ച് വലിയ പ്രതീക്ഷകൾ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട് വഴിയെ തളർന്നു പോയിട്ടുള്ളവരുടെ ഉദാഹരണങ്ങൾ അനവധിയാണ്. ഇന്നത്തെ ആത്മീയഗോളത്തിലെ പോരാട്ടങ്ങളും ദ്വന്ദ്വപക്ഷങ്ങളും പല ദൈവദാസന്മാരെയും തളർത്തി കളഞ്ഞിട്ടുണ്ട്. മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച ഏലിയാവിനെ പോലെ തളർന്നു പോയവരുമുണ്ട്. മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ കാലേബ് ഒരു വലിയ ജനസമൂഹത്തിനിടയിൽ ഒരു സാധാരണക്കാരനായ വ്യക്തി മാത്രമായിരുന്നു. ദൈവം തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്തെ പിടിച്ചെടുക്കാനുള്ള താല്പര്യവും ഉത്സാഹവും കാലേബിനുണ്ടായിരുന്നു. എന്നാൽ അനേക വർഷങ്ങൾക്ക് കാലേബിനെക്കുറിച്ച് യാതൊന്നും അറിയുവാൻ കഴിയുന്നില്ല. അവൻ്റെ പ്രതീക്ഷകളെല്ലാം നയിച്ചുപോയി എന്ന് സംശയിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. ജീവിതത്തിൽ അധൈര്യവും നിരാശയും ധാരാളമായി വന്നിരിക്കും. കഴുകനെ പോലെ ചിറകടിച്ചേരുന്ന അനുഭവം മാത്രമല്ല, ഓടുകയും നടക്കുകയും ക്ഷീണിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളും ക്രിസ്തീയ ജീവിതത്തിലുണ്ടെന്ന് നാം അറിയണം. കാലേബ് തൻ്റെ വിശ്വാസത്തിൽ ക്ഷീണിക്കുകയോ അവൻ്റെ ദർശനത്തിന് ഭംഗം വരുത്തുകയോ ചെയ്തില്ല. രാജ്യത്തെ പടിപടിയായി അവൻ കീഴടക്കി. ഈ പർവ്വതം എനിക്ക് തരിക എന്ന് അത്രേ അവൻ പറയുന്നത്. മല്ലന്മാരോട് കാലേബ് യുദ്ധം ചെയ്തത് 85 വയസ്സിന് ശേഷമത്രേ. അവൻ ദൈവത്തിൽ നിശ്ചയമായും ആശ്രയിക്കുകയും പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്തു. ദൈവം തനിക്ക് കൊടുത്ത വെളിച്ചത്തിൽ അവൻ നടന്നു. ദൈവേഷ്ട അവൻ പരിപൂർണമായി സ്വീകരിക്കുകയും അതിന് പൂർണ്ണമായി വിധേയപ്പെടുകയും ചെയ്തു. കാലേബിൻ്റെ നല്ല സ്വഭാവത്തെ നമുക്ക് അനുകരിക്കാം. ജീവിതയാത്രയിൽ തളർന്നു പോകുന്ന വിശ്വാസികൾക്ക് കാലേബ് ഒരു പാഠമത്രേ. വിശ്വാസത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ദൈവം കൃപ അധികം തന്ന് നടത്തും. അത് മാറ്റമില്ലാത്ത സത്യമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ക്ഷീണിച്ചു പോകുന്ന വേളകളിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.